അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റിൽ നിന്നാണ് ഈ എന്ന് പറയുന്ന നോട്ടാണ്. കൊമ്പനാന ചന്തം കൊണ്ട് എന്നാണ് വരി സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 നോട്ടാണ് വരുന്നത്. ഇ ജി എ ആണ്. വായിക്കുമ്പം ഇ എ ജിയിൽ നിന്നാണ് വായിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ്, 17th ഫ്രെറ്റ്, 15th ഫ്രെറ്റ് ഇങ്ങനെയാണ് വായിക്കുന്നത്. കൊമ്പനാന 3 നോട്ടുകളാണ് വരുന്നത്. ഇ എ ജി. 12ാമത്തെ ഫ്രെറ്റ്, 17ാമത്തെ ഫ്രെറ്റ്, 15ാമത്തെ ഫ്രെറ്റ് ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. കൊമ്പനാന അത് ഈയിൽ വന്ന് നിൽക്കും. പിന്നെ വീണ്ടും അടുത്ത വരി എന്ന് പറയുന്നത് ചന്തം എന്നുള്ളതാണ്. കണ്ടില്ലേ, അത് അത്രയും സ്ട്രൈക്ക് എയിലാണ്. കൊമ്പനാന ചന്തം. അത് കഴിഞ്ഞ് ഇളവയിൽ അതെന്ന് പറയുന്നത് ജി എ ജി ഇ വരും. ജി എ ജി ഇ വരും. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാം 3 നോട്ടുകളേ ഉള്ളൂ. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ്, 15th ഫ്രെറ്റ്, 17th ഫ്രെറ്റ് ഈ 3 ഫ്രെറ്റിലാണ് ഇത്രയും വായിച്ചത്. സോ അങ്ങനെ ഈയിൽ വന്ന് ഇതുവരെ കഴിഞ്ഞു. ഇനി അടുത്ത നോട്ട് എന്ന് പറയുന്നത് ഇളവയിൽ എന്ന് അങ്ങോട്ട് വരുന്ന വരിയാണ്. ഇതാണ് വരി. ഇ ജി ഇ ഡി വരും. നീ എന്നെ പുൽകാൻ വാ. ആ നീ എന്നെ പുൽകാൻ വാ എന്നുള്ളത് ഡി സി എ വരും. എ എന്ന് പറയുന്നത് മാത്രം നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിലെ 10th ഫ്രെറ്റിൽ വായിക്കും. എ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിലും വായിക്കാം. അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ് എന്ന് പറയുന്നതും എ ആണ്. നീ എന്നെ പുൽകാൻ വാ. അപ്പം ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10th 8th ഫ്രെറ്റ് വരും. അതുപോലെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 5th ഫ്രെറ്റ്. അതല്ല എങ്കിൽ ഈ എ എന്ന് പറയുന്നത് ഇവിടെയും വാങ്ങാം, അല്ലെങ്കിൽ ഇവിടെ സെക്കൻഡ് സ്ട്രിങ്ങിലെ 10th പൊസിഷനും എ ആണ്. ഇത്രയാണ് ആ വരി വരുന്നത്. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനൊരു വരിയാണ്. അത് 8th 10th പൊസിഷൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സ്ട്രിങ്ങിലെയും ഫസ്റ്റ് സ്ട്രിങ്ങിലെയും 4 നോട്ടാണ്. 8ാമത്തെയും 10ാമത്തെ പൊസിഷനാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലും ഫസ്റ്റ് സ്ട്രിങ്ങിലുമായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ 4 നോട്ടുകൾ വരും. വാലിട്ട് കണ്ണെഴുതാം അങ്ങനെ എന്തോ ആണ് ആ വരി. അപ്പോൾ അതെന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 8th ഫ്രെറ്റ്. ഈ നോട്ടെന്ന് പറയുന്നത് ജി വരും. ജി എ സി ഡി വരും. ജി എ സി ഡി. അതിൽ ജിയും എയും സെക്കൻഡ് സ്ട്രിങ്ങിലും സിയും ഡിയും ഫസ്റ്റ് സ്ട്രിങ്ങിലുമായിട്ടാണ് വായിക്കുന്നത്. ജി എ സി ഡി. അപ്പോൾ കറക്റ്റ് നോട്ട് എന്ന് പറയുന്നത് ജി എ സി ഡി സി എ വരും. ഇങ്ങനെയാണ് വരുന്നത്. അത് ഞാൻ അടുത്ത വരി അത് കംപ്ലീറ്റ് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ സി ഡി ഇ ജി ആണ് വരുന്നത്. കണ്ടില്ലേ, സി ഡി ഇ ജി, വീണ്ടും ഇ, പിന്നീട് ഡി ഇ ഡി സി വരും. നോട്ട് ചെയ്യാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നോക്കി നിങ്ങൾ വായിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്
പിന്നീട് നല്ലോല കിളി. ആ നോട്ട് വായിച്ചേക്കുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഇത് കംപ്ലീറ്റ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ് ഞാൻ വായിച്ചേക്കുന്നത്. ഈ മമ്മുണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടായ ഇ, അത് കഴിഞ്ഞ് നേരെ 17th ഫ്രെട്ടായ എയിലേക്ക് പോകും. കണ്ടില്ലേ? ഇയിൽ 2 സ്ട്രൈക്ക്, പിന്നീട് എയിൽ പോവുക, ഒരു സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം ജിയിൽ വരിക, വീണ്ടും ഇയിൽ വരിക. കണ്ടില്ലേ? പ്ലക്ക് ചെയ്ത് വായിച്ചാലേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നോട്ട് നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുന്നതായിട്ട് തോന്നും. ഇങ്ങനെ വരും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ വായിക്കുന്നതാണ്, പ്ലക്ക് ചെയ്ത്. കണ്ടില്ലേ? ഇയിൽ 2 സ്ട്രൈക്ക്, അതിനുശേഷം പ്ലക്ക് ചെയ്ത് എയിലേക്ക് കൊണ്ടുപോവുക, 17th ഫ്രെട്ടിലേക്ക്. കണ്ടില്ലേ? അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇയിൽ 2 സ്ട്രൈക്ക്, എയിൽ കൊണ്ടുവരും, പക്ഷെ അവിടെ സ്ട്രൈക്ക് ചെയ്യത്തില്ല. പിന്നീട് ജിയിൽ സ്ട്രൈക്ക് ചെയ്യും, വീണ്ടും ഇയിൽ സ്ട്രൈക്ക് ചെയ്യും, പിന്നീട് ഡിയിൽ സ്ട്രൈക്ക് ചെയ്യും. കണ്ടില്ലേ? അമ്മമുണ്ട്. ഇതേ പാറ്റേൺ അടുത്തതിലും വരും. ഇതേ പാറ്റേൺ, അതായത് നേരത്തെ നമ്മൾ വായിച്ചത് ഇ ഇ എ ജി ഇ ഡി ആണ്. ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത് ഡി ഡി, അതിനുശേഷം ജി, പിന്നീട് ഇ, പിന്നീട് ഡി, പിന്നീട് സി. അപ്പം താലോലിക്കാൻ വാ, അതേ പാറ്റേൺ തന്നെ. അതായത് സി സി ഇ ഡി സി ബി എ വരും. ഓക്കെ, നോട്ടെല്ലാം ഞാൻ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആദ്യത്തെ സ്റ്റാൻസിൽ പഠിച്ച ഫസ്റ്റ് പല്ലവി പാട്ടി പഠിച്ച പോലെ കിന്നാരം മിന്നാരം എന്നുള്ളത് 3rd സ്ട്രിങ്ങിലും 2nd സ്ട്രിങ്ങിലുമായിട്ടാണ് ഞാൻ വായിച്ചേക്കുന്നത്. 3rd സ്ട്രിങ്ങിലെ 9th ഫ്രെട്ടായ പൊസിഷൻ എന്ന് പറയുന്നത് ഇ ആണ്. സോ അതിനുശേഷം ബാക്കി 2 നോട്ടുകൾ 2nd സ്ട്രിങ്ങിലാണ്. 2nd സ്ട്രിങ്ങിലെ 8ാമത്തെയും 10ാമത്തെ ഫ്രെട്ടുകൾ, അതായത് ജിയും എയും. സോ ഇ ജി എ, മിന്നാരം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കണ്ടതാണ് പല്ലവിക്കകത്ത്. ഇതും നമ്മൾ ആൾറെഡി കണ്ടത് തന്നെയാണ്. ഇതേ പാറ്റേൺ പല്ലവിയിലും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അനുപല്ലവിയിലും ഇതേ പാറ്റേൺ പഠിച്ചു. സോ ഇത്രയാണ് മിന്നാരത്തിൻ്റെ അനുപല്ലവി എന്ന് പറയുന്നത്. എല്ലാവർക്കും ലൈൻ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.